രണ്ട് കഷ്ണാക്കുക. നിങ്ങൾ കുറെ ഇവിടത്തെ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ബ്രാൻഡ് ഉണ്ട്, ഇത് അസഫ ബ്രാൻഡ് തരും. പിന്നെ നമ്മൾ അധികം ഇതാക്കണ്ട. ഈ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എപ്പോഴും നല്ല കാരണം മസാല കൂട്ടാൻ ഉണ്ടാ. രണ്ടിന പൂച്ചെണ്ടിൽ രാജസല്ലപങ്ങളോ. ആദ്യം ഈ സാധനം കാണൂല, പിന്നെ ഇത് കാണുമ്പോ എന്താ പതി വിചാരിച്ചു. സ്റ്റൈലാണ് ഈ സ്റ്റൈൽ എന്ന് പറയാ. മുളകും മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. കട കുറച്ചിട്ടല്ലോ. എടാ ഇങ്ങളെ നാട്ടിൽ എന്താണ് ഇങ്ങനെ പല സാധനങ്ങളും. നാളെ നേരം പൊളക്കും. നമുക്കിപ്പോ അതിന് സീക്രട്ട് റെസിപ്പി വരാൻ പോണ അടുകല്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ചി ചിക്കു ജ്യൂസ് അടിക്കാനേ തോലല്ലേ ഇത്, ഇങ്ങനെ സെന്റർ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ടോ സ്പൂൺ കണ്ട് എടുക്കുക, പാത്രം കണ്ട് എടുക്കുക. സൈഡിൽ കൂടെ നമ്മൾ ആപ്പിൾ ഇതാക്കുന്ന പോലെ ഇത്ര പണിയാണ്. ഇടുക, വേണമെങ്കിൽ ഒന്നും കൂടെ ഇതാക്കിയിടുക. കളസ് അത് അങ്ങനെ തന്നെ വരുള്ളൂ. എന്താ ടേസ്റ്റ് അറിയാം. എന്താ ഉണ്ടാക്കുക. നമ്മൾ കമ്പനി പ്രോപ്പർട്ടി അത്. യൂസുഫലി അല്ല ഭായി, റിയൽ പ്രോപ്പർട്ടി. റിയൽ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടിയാണ്. അറബിക്കോ ചക്ക കുരുവിനെ കാരല്ലേ. അല്ലെങ്കിൽ തന്നെ അവന്മാര് പെരുമ്പളിയാ. അതിന്റെ അടിയിൽ കൂടെ അങ്ങനെ പൊന്തു, സീറ്റ് ഇങ്ങനെ പൊന്തു. അയാൾ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങണ്. അപ്പൊ ഞാൻ ഗ്ലാസ് നൈസായിട്ടും താത്തു. ഇങ്ങനെ അടിച്ചു വിടൂലേ. നൈസായിട്ടും താത്തു. അങ്ങനെയാണ് ചുറ്റും. നമ്മളിതേപോലെ ഒരു ദിവസം ബുറേമിക്ക് പന്തളിക്കാൻ പോയി. അപ്പൊ ഒരു ചങ്ങായി ഉണ്ടായി നമ്മളെ കൂട്ടത്തില്. നമ്മൾ ഇന്നലെ പോകുന്ന പോലെ നടുവിലാണ് ഇവനെ ഇരുത്തിയത്. ഇവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങിനെ. എന്താ ചങ്ങായി ബൈക്കൊന്ന് ഓത്താണ്ട് വിടും. അതില് മറ്റോ മാണത്തിട്ടനോട് പറയണേ ബാതൊരു ബളി ലോകത്തുണ്ടാവില്ല. ബാളി ഞാൻ പണ്ട് നാട്ടിലാകുമ്പോ ഞാൻ ഒന്നേ പാടിയിട്ടുണ്ട്. ടൂണിത് ഞങ്ങൾ ചെക്കന്മാരായിട്ട് പോകുമ്പോ ടൂണായിട്ടാ പാടിയിട്ട. പക്ഷെ വേറെ ഒന്നുണ്ട്, അതിനൊരു ഇതുണ്ട്. എന്താ അറിയോ, അത് ഒരു ഞാൻ വണ്ടി വിട്ടാണെങ്കിൽ ഗ്ലാസ് ഔട്ട് ഓഫ് ചെയ്യും. അല്ല ചില ആൾക്കാർ സൺറൂഫിന്റെ മുകളിലൊക്കെ കയറി. നിങ്ങളല്ലേ ഞമ്മളൊക്കെ വിട്ട് ഞാകെ ചിർച്ചിനെ വളി പറഞ്ഞ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. അതെന്നറിയോ ഇന്നാവോ തൊള്ളേക്കാണ് പോണ ഫുള്ള്. ഇല്ല തൊള്ളേക്ക് വല്ലേ പോളൂ. ദൂതുണ്ടോ? ദൂതുണ്ട്. അറബിയിൽ എന്താ ഇതിന് പറയാ? അറബിലോ പഴത്തിനോ? അല്ല ദൂതിന്. ദൂതിന് ദൂത് തന്നെ. എത്തജ് അല്ല പാലില്ലേ, പാലിന് അൽമിറ. അല്ല അൽമിറാന്ന് അൽമറൈ. അൽമറായി അല്ല ഹലീബ്. അത് പഠിച്ചില്ലേ ചെറുപ്പത്തില്? ഞാൻ അന്ന് ലീവായിരുന്നു ബസ്സിൽ. കന്നഡയിൽ എന്താ പറയാ? കന്നഡയില് കന്നഡ പറയാ എനിക്ക് അറിയാമല്ലോ. പാല് എന്നുള്ളത് പാ എന്നുള്ളടത്ത് എച്ചാവും. ഹാലു. ഹാലു ഏതോ എല്ലാ ഹാലു ആണ്. എനിക്ക് കൊടു ഹാലു ഹാലു കൊടു ഹാലുകൊടി. ഹാലുകൊടി. എനിക്ക് കൊണ്ട നീര് കൊടു. കൊഞ്ചൊന്നുമില്ല, സ്വല്പം നീര് കൊടിയാ. സ്വല്പം നീർ കൊടി. സ്വല്പം നീർ കൊടി. പിന്നെ ഗുരു എന്ന് വിളിക്കണ്ടവരെ അവർക്ക് ഗുരു പറഞ്ഞ സാർ തന്നെ. അല്ല ഗുരു എന്ന് പറഞ്ഞവർക്ക് ഭയങ്കര. അത് ആ ഗുരു അല്ല, നമ്മളെ പഠിപ്പിച്ചിന്റെ ഗുരു അല്ല. അവർക്ക് ഗുരു ചേട്ടാ ചേട്ടാന്ന് വിളിച്ചവർക്ക് ഭയങ്കര കാര്യം. ഗുരേ ഗുരേ ഗുരു. തമ്മിലാണെങ്കിൽ അയ്യാന്ന് വിളിച്ചാൽ അവർക്ക് ഭയങ്കര കാര്യം. അണ്ണ വിളിക്കരുത്, അയ്യാന്ന് വിളിക്കരുത്. അയ്യാ പലതും ഗുരു. കയ്യാ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് നീങ്ങാണ്. ഞാൻ വളിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യം ഓർമ്മ. വളിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താ എനിക്ക് ഓർമ്മ? ഈ പണ്ട് കറി വെക്കുമ്പോ തന്നെ അതൊക്കെ പറയണ എനിക്ക്. ഏതായാലും വെറുതെ അല്ലേ. പണ്ട് ഊട്ടിക്ക് തൂറാൻ വേണ്ടി ട്രിപ്പ് കഴിഞ്ഞാൽ പറഞ്ഞുതരാ. അതായത് രാവിലെ എണീച്ചു ഞങ്ങൾ മൂന്നാൾക്കാർ, ഞാന് പ്രസിന് ഫയാസി കമ്പനിക്കാരാ. എന്നിട്ട് ഹെൽമെറ്റും വെക്കേണ്ടി വരും. എന്നിട്ട് ഞങ്ങള് എണീച്ചിട്ട് നേരെ അങ്ങനെ തന്നെ എണീച്ച ചേർക്കാരൻ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇവിടെ നമ്മളെ മസനഗുടി കഴിഞ്ഞ് വയനാട് ഇതുണ്ടല്ലോ മസനഗുടി ഊട്ടിക്ക് പോകുമ്പോ ഇത് കാര്യം മുത്തങ്ങ.
മുത്തങ്ങ കഴിഞ്ഞ് കർണാടക ബോർഡർ കഴിഞ്ഞ ബോർഡർ കക്കൂസ് ഉണ്ട്. കക്കൂസ് പറഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജിന്റെ അത്രേ ഉള്ളൂ. നമ്മളെ ഫ്രിഡ്ജിന്റെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ലോക്കാവും. ഞാൻ ലോക്കായിട്ട് ചന്തിയ കഴിഞ്ഞില്ല. ലാസ്റ്റ് ബക്കറ്റിന് വെള്ളം കൊണ്ടുവരാ ഒഴിക്കുക, ഒരു മണിക്കൂർ എടുത്ത് ചന്തി ചെയ്യും. ഫോറസ്റ്റുകാര് പെർമിഷൻ തന്നെ ഒരു തപ്പ് നമ്മൾ ഇവിടെ വന്നിട്ട് അടിച്ച ഓപ്പായതല്ലേ, ആളെ കാണണ്ടേ. വന്ന് നോക്കുമ്പോ ഇന്റെ അതേ സൈസുള്ള നമ്മൾ മൂന്നാം നല്ല സൈസാ. റെജിന പറഞ്ഞാൽ ഇന്റെ അതേമാതിരി ജബറ ചെങ്ങായി, പ്രയാസം പറഞ്ഞാൽ ചൊണ്ണി ചെങ്ങായി. ഇവര് നമ്മള് മൂന്നാളും കൂടി നോക്ക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ മുത്തങ്ങ ഊട്ടി കയറിയ പാടുന്നെ പിന്നെ തപ്പിടെന്താ നിങ്ങൾക്ക് കക്കൂസ്. അല്ല അവിടെ അതൊരു ഭയങ്കര ടാസ്ക് ആണ്. അല്ല ഞങ്ങൾ എന്നിട്ട് ഊട്ടിയില് ബമ്പർ ഇത് എന്താ പറയാ കഫേ, പൈസ വിഷയല്ലല്ലോ ഇവർക്കാർക്കും. അങ്ങനെ വമ്പൻ കഫേ അവിടെ പോയിട്ട് ആവശ്യമില്ലാതെ കുറെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഓരോരുത്തരും ഫുഡ് വരുന്ന ഗ്യാപ്പിന് വരാം. 3 മണിക്കൂർ അവിടെ ഇരുന്ന് കഫേ നല്ല വില്ലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ അവിടെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിച്ച് പിന്നെ ഊട്ടിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. ഊട്ടിയിൽ പിന്നെ ഒന്നും കാണാനില്ല. ഊട്ടി ആ യാത്രേനെ ഉള്ളൂ, ഇടയിൽ കുറെ വണ്ടി നിർത്തി. ഊട്ടി പക്ഷെ രസം എവിടെ അറിയാം, ഊട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഉൾഗ്രാമങ്ങൾ, ചാരയൊക്കെ മെനക്കെടൂല, മെനക്കെട്ടാ നല്ല രസം. ഊട്ടി കൊടൈക്കനാൽ എനിക്ക് അതിനെക്കാട് ഇഷ്ടം. കൊടൈക്കനാൽ കിട്ടുന്ന ലൊക്കേഷൻ അവിടെ മറ്റേ ലേക്കിന് ചുറ്റും സൈക്കിൾ ഓട്ടുക. കൊടൈക്കനാല് പോയിട്ടില്ല. പോയിന് ആ ലേക്കിന് ചുറ്റും ആ ഗുണാക്കേവൊക്കെ ഞാൻ പോയിന്. അന്ന് എനിക്കറിയില്ല ഇത്രയും വലിയ സംഭവം. ഗുണാക്കേവ് അത് ഏത് സാധനം അങ്ങനെ. പിന്നെ നാട്ടിലെ ഒരു പിന്നെത്താ ഈ ഒരു കുളം